പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് ദിയ പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്രം കുറിക്കുന്നു. അതോടൊപ്പം ജെൻസി ചെയർപേഴ്സൺ ആണ്, ഫസ്റ്റ് ജെൻസി ചെയർപേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു നമ്മളെ ഇനി തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ജനറേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ പാലായിൽ മാത്രമല്ല കേരളത്തിലുടനീളം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒന്നല്ല, അപ്പൊളിറ്റിക്കലായിട്ടിരിക്കേണ്ടവരല്ല യങ് ജനറേഷൻ എന്നുള്ളൊരു മെസ്സേജ് കൂടി ദിയ കൊടുക്കുകയല്ലേ? ഉറപ്പായിട്ടും ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു എപ്പൊളിറ്റിക്കൽ എന്നുള്ളൊരു സ്റ്റാൻസിലേക്ക് ഉണ്ടോയെന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും പൊളിറ്റിക്സ് വേണം. നിങ്ങൾ പൊളിറ്റിക്സിൽ എന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും മാറി നിൽക്കേണ്ട ഒരു കാര്യമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കൊരു നിലപാടില്ലെങ്കിൽ പോലും ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് വേണം. അത് ജെൻസി സംബന്ധിച്ചിടത്താണെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ പോലെ എന്താ പറയുന്നത്, മുദ്ര വിളിച്ചുള്ള രാഷ്ട്രീയം, അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഞങ്ങളുടെ ചിന്താഗതി മാറിയിട്ടുണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ജെൻസി നോക്കുന്നത് ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവരുടെ ബേസിക് കമ്മ്യൂണിറ്റീസ് അവരിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ പാല എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ടയം ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കുക, അവർക്ക് ബേസിക് അവർക്കൊരു വീട്, എല്ലാ വീട്ടുകാർക്കും ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എത്തിച്ചു കൊടുക്കുക, അവരിലേക്ക് തൊഴിലവസരങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് ആക്സസ് ടു വാട്ടർ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ബേസിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ എത്തിച്ചു കൊടുക്കുകയായിരിക്കും എൻ്റെ പ്രൈമറി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് പൊളിറ്റിക്സ് ആണ് ദിയയുടേതെന്നാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക ദിയ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പാലായ്ക്ക് വരുന്നുണ്ട്. ദിയയുടെ ഭരണം എങ്ങനെയൊക്കെയുണ്ട്? പാല വികസിച്ചോ? നഗരസഭയുടെ ഭാഗമായിട്ടുള്ള വഴികളും അതുപോലെ തന്നെ കുടിവെള്ളമൊക്കെ വികസിച്ചോ എന്നറിയാൻ വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്.